കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഒരു ദിവസം എന്റെ ഭാര്യ ഒരാളിങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. 2 കണ്ണും കാണുന്നില്ല. എന്താണ് 2 കണ്ണും കാണാതെ ഞാൻ കുറച്ചോനെ ഞാൻ ആകെ അന്തം വിട്ടുപോയി. കണ്ണ് കാണാതെ എത്ര കൊല്ലം അപ്പൊക്കെ 2 കൊല്ലം ഞാൻ ആകെ ടെൻഷനായി. അൽഹംദുലില്ലാ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോ മൂപ്പരെ ഒരാള് കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കണ്ടപ്പോ പേടിച്ചു പോയി. കാരണം എന്താ, 2 കൊല്ലം മുമ്പ് 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരാള് പരസഹായം വേണം. 5 ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നില്ല. വലിയ വിഷമേനു. ഭാര്യ കയ്യെ പിടിച്ചിട്ട് നടക്കാൻ വയ്ക്കാതെ ഇങ്ങനെ കയ്യോടെ അങ്ങനെ കൊടുന്നു. ഞാൻ പേടിച്ചു പോയി. അൽഹംദുലില്ലാ 2-3 ആഴ്ച മുന്നേ ഇവിടെ വന്നു. തണുപ്പ് എന്താ പറഞ്ഞേ? കാണുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ ഇപ്പൊ ഒരാളെ പരസഹായം ഇല്ലാതെ വണ്ടി കയറി ഒറ്റക്ക് വന്നു. 2 കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ തക്ബീർ നമ്മൾ എന്തായാലും, കാരണം അത്രയും വിഷമത്തിലാണ്. കൊല്ലായി കണ്ണിന്റെ കാഴ്ച പോയിട്ട് 3 കൊല്ലായി. 2 കൊല്ലത്തിന് മേലെ അല്ലേ? പുറത്ത് നടന്നില്ല. ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പൊ പള്ളിക്കൊക്കെ പോകും, ഒറ്റക്ക് നടക്കും. ഇപ്പൊ വേഗം പോയി ഒറ്റക്ക് വന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 കണ്ണും കാണില്ല. 2 കൊല്ലായി പോയിട്ട്. അപ്പൊ എന്താ, കണ്ണ് ഒരു ബാച്ചിലാക്കിയപ്പോ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുത്തു. ഇനി മരിക്കുന്നത് ഒരാളെ സഹായം ഇല്ലാതെ നമുക്കുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ പവറാട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷം കേട്ടോ. കുടുംബത്തിനോട് ഒരു തക്ബീർ നമ്മള് ചൊല്ലണം കേട്ടോ. ഇനി അള്ളാഹ് കണ്ണിന് കാഴ്ച തരട്ടെ. ഒറ്റക്കൊക്കെ നടന്നു പോയില്ല, എവിടേക്ക് വല്ല പോകും. വരാൻ കുറച്ച് നേരം വരില്ല കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു തക്ബീർ ചൊല്ലണം. അള്ളാഹു പൂർണ്ണ ശക്തി അള്ളാഹു കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, യാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹ് ഒരു എന്തോരം നിഅമത്ത് റബ്ബ് തന്നിക്കണില്ലേ? അല്ലാതെ ഈ 1,10,000 ആള് ഇന്ന് വീട്ടിൽ വരുമോ? അല്ലെങ്കിൽ വരുന്നവർക്ക് ഇങ്ങനെ ഫളില് കിട്ടുമോ? അല്ലേ? എന്നും അത് അള്ളാഹ് തന്ന നിഅമത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ നിഅമത്താണ്. നമ്മളൊക്കെ കറാമത്തൊന്നുമില്ല. അള്ളാഹ് നിലനിർത്തട്ടെ.